ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോയിലേക്ക്. എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലോ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്കിപ്പോൾ തുടങ്ങാം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് വീടുകളിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മൂന്നാമതൊരാളെ നമ്മൾ മധ്യസ്ഥതയ്ക്ക് മൂന്നാമതൊരാളെ കൊണ്ടുവരുന്ന ആ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രശ്നങ്ങളില്ലാത്ത വീടുകളൊന്നും കാണത്തില്ല, പ്രശ്നം രൂക്ഷമാകുന്നിടവും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഇന്നത്തെ വിഷയം. നമ്മൾ മൂന്നാമതൊരാളെ, നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ മൂന്നാമതൊരാളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവരെ ചിലരാണെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നം രൂക്ഷമാകത്തേ ഉള്ളൂ. മൂന്നാമതൊരാൾ, നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ മൂന്നാമതൊരാളെ നമുക്ക് വരുത്താതിരിക്കുക ഏറ്റവും നല്ലത്. എന്തിനാ മൂന്നാമതൊരാൾ അതിനകത്ത് വരേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് തീർക്കാവുന്ന പ്രശ്നങ്ങളല്ല ഉള്ളൂ. അത് മൂന്നാമതൊരാളെ കൊണ്ടാതിരിക്കുക. മൂന്നാമതൊരാളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ വരുന്ന മൂന്നാമതൊരാളെന്ന് പറയുന്ന ആൾ ഈ പ്രശ്നം പറഞ്ഞ് പരിഹരിക്കാൻ കഴിവുള്ളവനായിരിക്കണം. അല്ലാത്ത ആൾ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ കേൾക്കാതെ സംസാരിച്ച് ഇനിയൊരു വിഷയമില്ലല്ലോ, അതെല്ലാം കുഴപ്പമില്ല, ഇനിയെല്ലാം മുന്നോട്ട് പോകും എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് പോകുന്ന രീതിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ കരട് അവിടെ കിടക്കത്തേയുള്ളൂ. പ്രശ്നം പിന്നെയും മൂർച്ഛിക്കത്തേ ഉള്ളൂ. അങ്ങനെ സംഭവിക്കത്തുള്ളൂ. അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മുടെ വീട്ടിലുള്ള പ്രശ്നം, നമ്മുടെ വീട്ടിലത് ഞാൻ എയും ബിയും എന്ന് പറയാം. എയും ബിയും കൂടെ ഉള്ള പ്രശ്നം അത് നമ്മുടെ വീട്ടിലെ പ്രശ്നം മൂന്നാമതൊരാളെ കൊണ്ടുവരേണ്ട കാര്യമില്ല. അതിനകത്ത് കൊണ്ടുവന്നേക്കുന്ന ആൾ, കെട്ടിക്കൊണ്ടുവന്നേക്കുന്ന ആൾ നേരെ നിന്നാൽ മതി. രണ്ടുപേരെയും വിളിച്ച് അത് കാര്യം അന്വേഷിച്ച് സംസാരിക്കണം. രണ്ടുപേരോടും സംസാരിക്കണം. അങ്ങനെയാണ് വേണ്ടത്. ഭാര്യയ്ക്ക് കൊടുക്കേണ്ട പരിഗണന ഭാര്യയ്ക്ക് കൊടുക്കണം, അമ്മയ്ക്ക് കൊടുക്കേണ്ട പരിഗണന അമ്മയ്ക്ക് കൊടുക്കണം. അമ്മ വളർത്തി വലുതാക്കി ഇത്രയും പഠിപ്പിച്ച് വലുതാക്കി കൊണ്ടുവന്ന മോനല്ലയോ, അമ്മയ്ക്ക് കൊടുക്കേണ്ട പരിഗണന. അതാ പറഞ്ഞ ആ മോനെന്ന് പറയുന്ന മോനെ രണ്ടുപേരെ ഒരുപോലെ രണ്ടുപേരെ ഒരുപോലെ നിർത്തി സംസാരിക്കണം. രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത്. അല്ലാതെ അമ്മ പറഞ്ഞ് മാറിയിരുന്ന് അമ്മ പറയുന്നത് കേൾക്കാനും ഭാര്യ മാറിയിരുന്ന് പറഞ്ഞ് കേൾക്കാനും നിൽക്കാതിരിക്കുക. എന്തേലും അഥവാ നമ്മുടെ ഭാര്യമാരോട് അതുപോലെ തന്നെ സ്വന്തം വീട്ടുകാരുടെ മുന്നിൽ വെച്ച് ഭാര്യമാരെ നമ്മൾ കുറ്റപ്പെടുത്തുകയും ശാസിക്കുകയും എന്തോന്ന് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അത് ചെയ്യാതിരിക്കുക. എന്തേലും നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൂമുണ്ടല്ലോ, റൂമിൽ കൊണ്ടുപോയി ആരും കേൾക്കാതെ അവരെ ശാസിക്കുകയോ വഴക്ക് പറയുകയോ ചീത്ത പറയുകയൊക്കെ ചെയ്യാം. അത് വേറൊരാൾ വ്യക്തി കേൾക്കുന്നില്ല. വീട്ടുകാരുടെ മുന്നിൽ വെച്ച് അത് പറയുമ്പോൾ, വീട്ടുകാരുടെ മുന്നിൽ വെച്ച് അവരെ പറയുകയും ചെയ്യുമ്പോൾ അത് വീട്ടുകാർക്കൊരു ഇതാവും. അതിന് നമ്മൾ അവസരം കൊടുക്കരുത്. എന്തുവായെന്ന് പറഞ്ഞാലും നമുക്ക് ഭാര്യയും ആവശ്യമുണ്ട്, അമ്മയും ആവശ്യമുണ്ട്. രണ്ടും തുല്യരാണ് നമുക്ക്, അല്ലയോ? അമ്മ നമ്മളെ വളർത്തി പഠിപ്പിച്ച് ഇത്രമായി കൊണ്ടുവന്നു. ഭാര്യ നമുക്ക് പ്രധാനപ്പെട്ട. രണ്ടുപേരും നമുക്ക് തുല്യരാണ്. രണ്ടുപേരും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം ഭാര്യയ്ക്ക് കൊടുക്കണം, അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം അമ്മയ്ക്ക് കൊടുക്കണം. ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? ഭാര്യ കൊടുക്കുന്ന സ്നേഹം അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. അമ്മ കൊടുക്കുന്ന സ്നേഹം ഭാര്യയ്ക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ രണ്ടുപേരും തുല്യരാ, അല്ലയോ? അങ്ങനെ ആയിരിക്കണം. അതിനകത്ത് സ്റ്റേണായിട്ട് മോൻ നിൽക്കണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട വീടുകളിലൊന്നും എനിക്ക് തോന്നുന്നു കുറേയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാകുമെന്ന് തോന്നുന്നു. ഇത് ഒന്നും കാണാത്ത പോലെ നടക്കുന്ന ചിലരുണ്ട്. ഒന്നും അറിയാപ്പെട്ട് നടക്കും. ചില അമ്മമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ മോനെ ഞാൻ പറയുന്നതിനപ്പുറം കേൾക്കത്തില്ലെന്ന്. പക്ഷെ അതൊരു നല്ല ഒരിതാണോ? ഈ അമ്മയെന്ന് പറയുന്ന ആളും ഇത് നേരത്തെ ഒരു മരുമോളായിരുന്നല്ലോ. അവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നം, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇത് ഉണ്ടായി കാണത്തില്ലേ? നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം അമ്മയ്ക്ക് കൊടുക്കണം, വരുന്ന പെണ്ണിന് വേണ്ടുന്ന സ്ഥാനം പെണ്ണിനും കൊടുക്കണം. രണ്ടുപേരും തുല്യരാ, അല്ലയോ? അങ്ങനെയുള്ള പ്രശ്നം നമ്മളിപ്പോൾ മൂന്നാമതൊരാളെ വിളിച്ച് വരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. ആ മൂന്നാമതൊരാളെന്ന് പറയുന്നത് വ്യക്തി പിന്നെ കാണുമ്പോൾ മൂന്നാമതൊരാളെ വ്യക്തി എന്ത് സംസാരിക്കാൻ? ആറര ഭാഗം പറയും അവർ. 6 ഭാഗം പറയത്തില്ല. പറയാൻ പറ്റുമോ? അപ്പുറം കാണുന്ന ഇച്ചയും കൊച്ചാട്ടനും അല്ലേ, അപ്പം അവരുടെ കാര്യം പറയാൻ പറ്റുമോ? അപ്പം അങ്ങനെയുള്ള ഒരു മൂന്നാമതൊരു വ്യക്തിയെ നമ്മുടെ കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടുത്താതിരിക്കുക. അത് നല്ലൊരു കാര്യമാണ്. ഇടപെടുത്തിയിട്ടുണ്ടെങ്കിൽ
അത് അത് നല്ലതായ രീതിയിൽ പോകത്തില്ല. അത് മിക്കവരും കണ്ടിട്ടുണ്ട്. അത് പ്രശ്നം രൂക്ഷമാകത്തതേ ഉള്ളൂ വേറൊരു വ്യക്തി ഇടപെടുത്തി കഴിഞ്ഞാൽ. അതിൻ്റെ ആവശ്യമില്ല. ഭാര്യയുടെ കയ്യിലും ചെറിയ ചെറിയ കുറ്റങ്ങളുണ്ടാവും. മനുഷ്യരല്ലയോ, കുറ്റങ്ങളും ഇല്ലാത്തവരാരും ഇല്ലല്ലോ. അപ്പം ആ തെറ്റിനെയും കുറ്റത്തിനെയും അത് ഞാൻ പറഞ്ഞില്ലയോ, അകത്ത് കൊണ്ടുപോയി അവരെ ശാസിക്കുകയോ എന്ത് വേണം ചെയ്യാം. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സംസാരിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കത് അതൊരു എന്തും പറയാനുള്ള ഒരു ലൈസൻസ് ആവും. അങ്ങനെ ചെയ്യാതിരിക്കുക. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാമല്ലോ. അത് എന്തെങ്കിലും വിഷയം അതുപോലെ തന്നെ രണ്ടുപേരുടെയും കയ്യിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്നിച്ച് നിന്ന് രണ്ടുപേരെ ഒരുമിച്ച് നിർത്തി സംസാരിച്ച് ആ പ്രശ്നങ്ങൾ ഇല്ലാതാക്കണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക് യു.